ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. വെങ്ങാനല്ലൂർ പടിഞ്ഞാറ്റുമുറി 1857 നമ്പർ NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും SSLC +2 ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. 1857 വെങ്ങാനല്ലൂർ പടിഞ്ഞാറ്റുമുറി NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം കരയോഗ മന്ദിരത്തിൽ വെച്ച് നടന്നു. കരയോഗം ജോയിന്റ് സെക്രട്ടറി P. ബാബുരാജൻ സ്വാഗതം പറഞ്ഞു. കരയോഗം പ്രസിഡന്റ് V. ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. വളരെ കുറച്ച് കൊല്ലങ്ങളായി ഈ കരയോഗത്തിന്റെ ആദ്യ മുതൽ, അതായത് ഈ കെട്ടിടം പണി മുതൽ ഇതിന്ന് ഈ നിലയ്ക്കാക്കി തീർത്ത ഇന്നിവിടെ കൂടിയ മെമ്പർമാരോട് ആദ്യമായി ഞാൻ ഇതിനുവേണ്ടി സഹായിച്ചോട് നന്ദി പറഞ്ഞു. ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഈ കരയോഗത്തിന് വേണ്ടി എല്ലാ മാസങ്ങളിലും ഞങ്ങൾ മെമ്പർമാർ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ, ഭരണസമിതി കൂടി കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും കൊല്ലത്തിൽ വാർഷിക പൊതുയോഗം വിളിക്കുകയും നമ്മുടെ തലപ്പള്ളിയുടെ ഓരോരോ പ്രത്യേക പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്ര കാലം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത്. കരയോഗം സെക്രട്ടറി M. രാധാകൃഷ്ണൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കരയോഗം ട്രഷറർ രവികുമാർ കരയോഗത്തിന്റെ ചിലവും കണക്ക് അവതരിപ്പിച്ചു. യോഗത്തിൽ വെച്ച് കരയോഗത്തിലെ ഈ വർഷം SSLC +2 പാസ്സായ എല്ലാ വിദ്യാർത്ഥികളെയും ആദരിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ PO രമ്യയെ യോഗത്തിൽ ആദരിച്ചു. തുടർന്ന് പഠനോപകരണ വിതരണവും നടന്നു. കരയോഗം ഭാരവാഹികളായ ഗോവിന്ദൻകുട്ടി, ശിവശങ്കരൻ, സന്തോഷ് കുമാർ, അരവിന്ദ്, കൃഷ്ണൻ, രമണി, ദേവി സജീന്ദ്രൻ, രാഗിണി, സുലോചന, വിദ്യ, ഗീതാറാണി, നിമിഷ, സുമ, പ്രസീത എന്നിവർ ആശംസ പ്രസംഗം നടത്തി. 525 പേര് ലൈവ് ഷോ, അതായത് ഒരു TV ചാനലിൽ ഇത്രയും കലാകാരന്മാരെ ഒരുമിച്ച് വെച്ച് ചെയ്യുന്ന ഒരു ലൈവ് ഷോയിൽ പങ്കെടുക്കാൻ സാധിച്ചതാണ് ഗിന്നസ് അവാർഡ് കിട്ടിയത്. പിന്നെ കുട്ടികളുടെ നാളെ എല്ലാവർക്കും സ്കൂൾ തുറക്കുകയാണ്. സ്കൂൾ തുറക്കുമ്പോൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാൻ നോക്കുക. അതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ നിങ്ങൾ കൂടുതലും TV, അതുപോലെ തന്നെ മൊബൈല്, ഈ വക സാധനങ്ങളൊക്കെ 1 മണിക്കൂർ കണ്ടിട്ടുണ്ടായിരുന്ന ആൾക്കാർ അത് പകുതിയാക്കി കുറയ്ക്കാൻ നോക്കുക. നന്നായിട്ട് കുറയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഇതിപ്പോൾ ഒരു അഡിക്ഷൻ പോലെ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. കാരണം 1 മണിക്കൂർ കാണുന്ന ആൾക്കാർ പരമാവധി അത് വീട്ടുകാരും അത് ശ്രദ്ധിക്കണം. ആ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഓർമ്മിപ്പിക്കുക, അവരെ സമയമായി എന്ന് പറയുക. അപ്പോൾ പറയാം, അമ്മ ഞാൻ ഒരു 5 മിനിറ്റ് കൂടി കാണട്ടെ, അങ്ങനെ പറഞ്ഞ് അത് അരമണിക്കൂറിൽ നിർത്താൻ നോക്കുക. അതുപോലെ തന്നെ മൊബൈലാണ് കുറച്ചും കൂടി, കാരണം സ്ക്രീന് ചെറുതാണ്, പക്ഷെ നമുക്ക് കണ്ണുകളിൽ കൂടുതൽ പ്രശ്നം വരുന്നത് മൊബൈൽ യൂസ് ചെയ്യും. ന്യൂസ് ഡെസ്ക് CCV.